നിർത്തി. എല്ലാ വാക്കുകൾക്കും കമന്റ് ചെയ്യണമെന്നില്ല. ശ്രീ അനിൽ മനസ്സിലാക്കണം, ഈ സഭയിൽ ആര് സംസാരിക്കുമ്പോഴേ കമന്റ് ചെയ്യണമെന്നില്ല. ആരോപണങ്ങളാണ് കഴിഞ്ഞ ചില ദിവസങ്ങളായി എനിക്കെതിരെ ഉന്നയിക്കപ്പെട്ടത്. ഞാൻ സ്ത്രീകൾക്ക് ആക്ഷേപകരമായി എന്തോ പറഞ്ഞു എന്ന് ആരോപിക്കുന്ന ചിലർ വിവാദത്തിന് അടിസ്ഥാനമാക്കിയ പ്രസംഗത്തിലെ ഒരിടത്തും സ്ത്രീ എന്ന വാക്കോ ഏതെങ്കിലും സ്ത്രീയുടെ പേരോ പരാമർശിച്ചിട്ടില്ല. എന്നാൽ പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം ടെലിവിഷൻ മാധ്യമങ്ങളിൽ കയ്യിലുണ്ട്. 17 മിനിറ്റ് നീണ്ടു നിന്ന പ്രസംഗത്തിൽ ആദരണീയനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവതരിപ്പിച്ച പ്രമേയത്തിൽ പറയുന്ന അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുന്ന ഏതെങ്കിലും കാര്യം എൻ്റെ ആ പ്രസംഗത്തിലുണ്ടോ എന്ന് നിങ്ങൾ സറയെ ഒന്ന് കേൾക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. 17 മിനിറ്റ് ഉണ്ട്. 17 മിനിറ്റുള്ള പ്രസംഗം മാത്രമാണ്. അത് ഒന്ന് പൂർണ്ണമായി സംപ്രേഷണം ചെയ്യൂ. എങ്ങനെ സംപ്രേഷണം ചെയ്താൽ ഞാൻ പറയുന്നതിലെ സത്യം എല്ലാവർക്കും ബോധ്യമാവും. മുൻപത്തെ ഒഴിപ്പിക്കൽ ഘട്ടത്തിൽ ഉണ്ടായ ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഉദ്യോഗസ്ഥരുടെ ചെയ്തികളെക്കുറിച്ച് ഞാൻ നടത്തിയ വിമർശനം ഒഴിവാക്കി എഡിറ്റ് ചെയ്ത് സ്ത്രീകൾക്കെതിരെ ആക്ഷേപം എന്ന വ്യാഖ്യാനത്തോടെ അവതരിപ്പിക്കുകയാണ് ചില ടെലിവിഷനുകളും ചില പത്രങ്ങളും ചെയ്തത്. ചില മാധ്യമ പ്രവർത്തകർക്ക് എന്നോട് വിരോധമുണ്ട്. നിങ്ങൾ അവിടെ ഇരിക്കുന്നു ദയവായിട്ട്. ശ്രീ വിൻസെന്റ്, എന്താണ് വിൻസെന്റ് പ്രകോപനം ഉണ്ടാക്കുന്നത്? ദയവായിരിക്കും ശ്രീ ശബരിനാഥ് പ്ലീസ്. ആണല്ലോ, ചില മാധ്യമ പ്രവർത്തകർക്ക് എന്നോട് വിരോധമുണ്ട്. നിങ്ങൾ കേൾക്കണം, എല്ലാവരും കേൾക്കണം, സഭ കേൾക്കണം. ചില മാധ്യമ പ്രവർത്തകർക്ക് എന്നോട് പ്രത്യേക വിരോധമുണ്ട്. അത് ചുരുക്കം മാധ്യമ പ്രവർത്തകർക്ക് കയ്യേറ്റക്കാരോടും ചില ഉദ്യോഗസ്ഥ പ്രമാണിമാരോടുമുള്ള ചില പ്രത്യേകതരം ദണ്ഡത്തെക്കുറിച്ച് ഞാൻ വിമർശിച്ചതാണ്. അതാവാം ഇത്തരം ആളുകൾക്ക്, ഈ മാധ്യമ പ്രവർത്തകർക്ക് എന്നോട് വിരോധം തോന്നാൻ കാരണം. ഈ വിധത്തിലുള്ള ദുർവ്യാഖ്യാനത്തിന് കാരണം എന്നാണ് ഞാൻ കരുതുന്നത്. ചില ഉദ്യോഗസ്ഥരുടെ ചില പ്രവൃത്തികൾ സംബന്ധിച്ച് ചില വിമർശനങ്ങൾ ഉന്നയിക്കേണ്ടി വരും. അതില്ലെങ്കിൽ ഉദ്യോഗഭരണം മതിയല്ലോ. ഉദ്യോഗസ്ഥ പ്രവൃത്തികളിൽ തിരുത്തൽ വരുത്താൻ ജനാധിപത്യ രാഷ്ട്രത്തിൽ ഭരണ നേതൃത്വത്തിന് ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ പെമ്പിളെ വരുമേ അദ്ദേഹം പറയുന്നത് കേൾക്കട്ടെ. നിങ്ങൾ പ്രതിപക്ഷ നേതാവ് സംസാരിക്കൂല. ഇത് ശരിയാണോ? അദ്ദേഹത്തിന് എന്ത് പ്രസ്താവന നടത്തണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കുക. നിങ്ങൾ അദ്ദേഹം പറയുന്ന പോലെ കേട്ടതിന് ശേഷം വിമർശിക്കൂ. അതിനുശേഷം വിമർശിച്ചോളൂ. ഇപ്പൊ ഇരിക്കൂ. ആ പറയുന്നത് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വിമർശിക്കാം. ആക്ഷേപിച്ചു എന്ന് പറയുന്നവരെ ആക്ഷേപിച്ചിട്ടില്ല. ബഷീറിന്റെ പ്രസംഗത്തിനേക്കാൾ രൂക്ഷമായിട്ട് മറുപടി പറഞ്ഞാൽ മതി. ആ കാര്യം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, പെമ്പിളെ ഒരുമേ പ്രതിഷേധ പ്രക്ഷോഭണത്തിലാണെന്ന് പറയുന്നത് ശരിയല്ല. ആകെ 6 പേരാണ് സമരത്തിലുള്ളത്. അതിൽ 2 പേർ ശ്രീമതി ബിന്ദു കൃഷ്ണയും ശ്രീമതി ശോഭാ സുരേന്ദ്രനുമാണ്. ഇവർ പെമ്പിളെ ഒരുമയ്ക്കാരല്ല. ഇവരെ കടിച്ചാൽ ആകെ 4 പേരെ ഉള്ളൂ പ്രക്ഷോഭണത്തിൽ. ഒരു ഭാരവാഹി സമിതിയിൽ പോലും ഉള്ള ആളല്ല. ചില മാധ്യമ പ്രവർത്തകരും BJP-ക്കാരും എത്രയേറെ ശ്രമിച്ചിട്ടും ഇവർക്ക് പ്രതിഷേധത്തിന് ആളെ കിട്ടിയില്ല എന്നതാണ് സത്യം. പെമ്പിളെ ഒരുമയുടെ സമരം കേരളം കണ്ട് 3 വർഷങ്ങൾക്ക് മുൻപ് കണ്ടു. അതിൽ ആയിരക്കണക്കിന് ടിവികളിൽ അത് കണ്ടതാണ്. ആ പ്രക്ഷോഭണം എവിടെ? ഇന്നത്തെ 4 പ്രക്ഷോഭണം എവിടെ? ഇല്ലാത്തത് ഉണ്ടെന്ന് വരുത്തി തീർത്ത് എന്നെയും എൻ്റെ പാർട്ടിയെയും ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിനെയും ആക്ഷേപിക്കാനാണ് ശ്രമം നടക്കുന്നത്. ആ ശ്രമം ഈ സഭയ്ക്കുള്ളിൽ കൂടി പ്രതിഫലിച്ചു എന്നതുകൊണ്ടാണ് ഈ വിശദീകരണം വേണ്ടിവരുന്നത്. ഞാൻ തോട്ടം തൊഴിലാളികൾക്കിടയിൽ ജനിച്ചു വളർന്ന സാധാരണക്കാരനാണ്. അവർക്കിടയിലാണ് പ്രവർത്തിച്ചത്. ആയിരക്കണക്കിന് സ്ത്രീ തൊഴിലാളികൾ
തൊഴിലാളികൾ ഉണ്ട്. നാട്ടിലെ പാവപ്പെട്ട നാട്ടുകാരുടെയും ഭാഷയാണ് പണ്ഡിതോചിതമായ ഭാഷയൊന്നും അറിയില്ല. അത് ആ നാടിൻ്റെ ഭാഷയിൽ നന്മയുണ്ട്, ശുദ്ധിയുണ്ട്, മനുഷ്യസ്നേഹമുണ്ട്. അതിനെതിരായ ഒന്നും അതിനുണ്ടാവില്ല. അതിനെ തെറ്റിദ്ധരിക്കുവാൻ ശ്രമിക്കരുത്. മനസ്സിന്റെ ഭാഷ എന്നൊന്നുണ്ട്, അതാണ് ഞങ്ങൾ സംസാരിക്കാറ്. അതല്ലാതെ മനസ്സിലുള്ളത് മറച്ചു വെച്ച് മിനുക്കി തേച്ച വാക്കുകൾ കൊണ്ട് കൃത്രിമമായി സംസാരിക്കാറില്ല. പ്രൊഫസർമാരുടെ ഭാഷയിൽ എനിക്ക് സംസാരിക്കാനാവില്ല. സാധാരണക്കാരന്റെ ഭാഷയെ നാവിൽ വരും. ആ പാവപ്പെട്ട സാധാരണക്കാര് കൂടി ഉള്ളതാണ് സാർ ഈ കേരളം. ആ ഭാഷയിൽ സ്ത്രീയെ ആക്ഷേപിക്കുന്ന ഒന്നും വരില്ല. പലരും ആക്ഷേപിക്കുന്നത് കേട്ടാൽ തോന്നുക ഞാൻ സ്ത്രീകളില്ലാത്ത നാട്ടിൽ നിന്നും വന്നതാണെന്നാണ്. എൻ്റെ നാട്ടിലും വീട്ടിലുമൊക്കെ സ്ത്രീകളുണ്ട്. ആദരവോടെ അവരോട് പെരുമാറുള്ളൂ എന്നത് അവർക്കെല്ലാം ബോധ്യമുണ്ട്. ആ ബോധ്യമാണ് എൻ്റെ ശക്തി. അന്നാണ് ആ സമൂഹത്തിൽ എനിക്കുള്ള സ്വീകാര്യതയും സമൂഹത്തോടുള്ള ആദരവും ആവർത്തിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കട്ടെ. പ്രിയപ്പെട്ട ബഹുമാന്യരായ അംഗങ്ങളെ, ഈ കേരളത്തിലെ മുഴുവൻ പത്രവും നിങ്ങൾ നോക്കിക്കോ. ആ പത്രത്തിൽ എവിടെയേലും MM മണി സ്ത്രീ എന്നൊരു പദം പ്രയോഗിച്ചിട്ടുണ്ടോ എന്ന് നോക്കിക്കോ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുക എന്ന പ്രശ്നവും ഇല്ല എന്നെ സംബന്ധിച്ച്. അതുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇവിടെ ഒഴിപ്പിക്കലിന്റെ കാര്യം പറഞ്ഞു. അങ്ങുണ്ടായിരുന്നല്ലോ ഒഴിപ്പിക്കലിന്റെ മുഖ്യമന്ത്രി. 5 വർഷം എന്നാ ചെയ്തു? എന്തേലും ഒഴിപ്പിച്ചു ഇവിടെ? എന്തൊഴിപ്പിച്ചു? ഇപ്പോ ഈ ഗവൺമെന്റ് വന്നു, റവന്യൂ മന്ത്രി ഒഴിപ്പിച്ചപ്പോ പിന്താങ്ങിയ നന്ദിയുണ്ട്, വളരെ സന്തോഷം. അത്രയും ആവട്ടെ. യെസ്.